നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോട്ടലിൽ മേശ തുടയ്ക്കുന്നതിനിടെ ദേഹത്തേക്ക് വെള്ളം വീണു. ഇതിനെ ചൊല്ലി തർക്കം. ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരുമാണ് തമ്മിൽ തല്ലിയത്. ഈ അടിപിടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ചേർത്തല എക്സ്റേ ജംഗ്ഷനിലെ ഹോട്ടലിൽ വെച്ചാണ് സംഘർഷമുണ്ടായത് എന്നതാണ് വിവരം. ഹോട്ടലിലെ മേശ തുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർക്കു മേലേക്ക്, അതായത് ഇവിടെ എത്തിയ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർക്ക് മേലേക്ക് വെള്ളം വീണു എന്നതാണ് സംഭവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ വെള്ളം ദേഹത്ത് വീണതിനെ തുടർന്ന് ഇവർ കോപിതരാകുകയും തിരിച്ച് ഈ ജോലിക്കാരനെ അടിക്കാൻ ഒങ്ങുകയൊക്കെ ചെയ്തതാണ് സംഭവം. ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും പിന്നീട് തമ്മിൽ തല്ലുകയും ഇതിനെ ചൊല്ലിയുണ്ടായിട്ടുള്ള തർക്കം കയ്യാങ്കളിയിലെത്തുകയുമായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരും CPM ഡിവൈഎഫ്ഐ നേതാക്കളും തമ്മിൽ ശക്തമായിട്ടുള്ള പോരാണ് ഉണ്ടായത്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിലെ മധുവിന്റെ കടയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഘർഷം നടക്കുന്നത്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകൻ, മുൻ ലോക്കൽ സെക്രട്ടറി എന്നിവരാണ് ജീവനക്കാരുമായി ഏറ്റുമുട്ടിയത് എന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സംഘർഷത്തിൽ ഉൾപ്പെട്ട 3 പേരും അഭിഭാഷകരാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ CPM നേതാക്കന്മാരുടെയും ധാർഷ്ട്യം അത് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ ശക്തമാകുന്നുണ്ട്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് പണിയെടുക്കുന്നവരെ തല്ലിയൊതുക്കാൻ ശ്രമിക്കുന്നത് എന്നതൊക്കെയാണ് ഓരോ വിഭാഗവും ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. മറുവശത്ത് 3ാം ഭരണം ഉറപ്പിച്ചതോടെ സഖാക്കന്മാരുടെ അഹങ്കാര വീര്യം കുറച്ചുകൂടെ കൂടും എന്നുള്ളൊരു വാദം കൂടെ ശക്തമാകുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ 3ാമത് പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ എത്തും എന്നൊരു ചർച്ച അതിശക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിഷയങ്ങളും സോഷ്യൽ മീഡിയ ശക്തമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു അക്രമ പരമ്പര കൂടെ പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് പാർട്ടി പ്രവർത്തകരുടെ ഈ അന്തമില്ലാ പ്രവർത്തനങ്ങൾ കൂടെ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിലും തൊഴിലാളി പ്രസ്ഥാനം എന്ന പേരും പറഞ്ഞ് നടക്കുന്നതല്ലാതെ പാർട്ടിക്ക് പുറത്ത് നിന്ന് ഒരാൾ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അവരെ ഒന്നും ഈ നാട്ടിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത പ്രസ്ഥാനമായി ഇന്നത്തെ CPM മാറിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായവും ഇതിനു പിന്നാലെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കേരളത്തിലെ ആശമാരാണ്. ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കേരളത്തിലെ ആശമാരുടെ ഇപ്പോഴത്തെ ഒരു നിസ്സഹായ അവസ്ഥ. സകലമാന പണികളും കൊടുത്ത് ജോലിക്ക് ഇറക്കിയിട്ടുള്ള ആശമാർക്ക് വേതനം കൊടുക്കാൻ മാത്രം ഇവിടുത്തെ ഇടത് സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നത് ഇപ്പോൾ വ്യക്തമാണ്. സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുത്ത് അധികാരത്തിലേറിയിട്ടുള്ള ഭരണകൂടമാണ് എന്നത് പേരിന് പോലും ഓർക്കാൻ ശ്രമിക്കാത്ത നേതാക്കന്മാരാണ് ഇന്നത്തെ CPM ഭരണതലപ്പത്തുള്ള നേതാക്കന്മാരൊക്കെ തന്നെ. ആശമാരെ തൊഴിലാളികളായി കാണുന്നത് പോട്ടെ, അവരെ മനുഷ്യരാണ് എന്ന രീതിയിൽ പോലും പരിഗണിക്കാത്ത നടപടിയാണ് ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആശമാർ. വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകലം സമരം തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം പിന്നിടുകയാണ്. ആരോപണങ്ങളും വിവാദങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ തുടർച്ചയായി വന്നതോടെ സമരത്തിന് വലിയ ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സർക്കാർ ഇതിനൊരു കൃത്യമായ നിലപാടെടുത്തിട്ടില്ല. സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തതിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. ഓണറേറിയം ഏകദേശം 21,000 രൂപയാക്കുക എന്നും വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ആശമാർ ഉന്നയിക്കുന്നത്. സമരം ചർച്ചയായതോടെ മന്ത്രി വീണ ജോർജ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഒന്നും സംഭവിച്ചില്ല, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുക എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി. പിന്നാലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ ഇവർക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി സമരം ഏറ്റെടുക്കുകയാണ് എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. പെരുമഴയിൽ അഭയമായി കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചു മാറ്റിയതോടെ സമരം കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. പിന്തുണയുമായി BJP ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടും ഇവിടുത്തെ ഇടത് സർക്കാരിന് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം കുടയടക്കം റെയിൻകോട്ടുകളടക്കം ഈ ആശമാർക്ക് നൽകി സമരത്തിന് പിന്തുണ എന്നുള്ള രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. മറുവശത്ത് CITU അധിക്ഷേപം ചൊരിഞ്ഞാണ് സമരത്തെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈർക്കിൽ സംഘടന എന്ന എളമരം കരീം കളിയാക്കിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി AK ഗോപിനാഥിന്റെ പരാമർശം അല്പം കടന്നുപോയിരുന്നു. പക്ഷേ സമരം ഇതുകൊണ്ടൊന്നും അണഞ്ഞിട്ടില്ല. നിയമസഭയിലും പിന്നാലെ ലോക്സഭയിലും
ജില്ലകളിലും ആശമാരുടെ പ്രതിഷേധം ചർച്ചയ്ക്ക് വകയൊരുത്തിയിട്ടുണ്ട്. ഇന്നും അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സമരക്കാർക്കുള്ളത്. പക്ഷേ ആ പ്രതീക്ഷയിൽ സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. 30-ാം ദിവസം കൂടുതൽ പ്രമുഖരെ സമരപ്പന്തലിൽ എത്തിക്കാനാണ് ഇപ്പോൾ ആശാ വർക്കർമാരുടെ നീക്കമെന്നാണ് സൂചന. 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരും പങ്കെടുക്കുന്നതായിരിക്കുമെന്ന സൂചനയുണ്ട്. നിയമലംഘനം സമരം എന്ന പ്രഖ്യാപനത്തോടെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ പണിയെടുത്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഇവിടുത്തെ ഇടത് നേതാക്കന്മാർക്കും ഇടത് സർക്കാരിനും കൃത്യമായിട്ടുള്ള ഒരു പുച്ഛമാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും വ്യക്തമാക്കുന്നത്. സംരംഭം തുടങ്ങുന്നത് ഒരു സഖാവാണോ? അല്ല എങ്കിൽ അയാളുടെ ബിസിനസ് അടക്കം അത് എന്താണോ ചെയ്യുന്നത് അത് എന്തുമാവട്ടെ ചുവന്ന കൊടി നാട്ടി സമരം ഇരുന്ന് പൂട്ടിക്കുന്ന ഒരു ശീലമാണ് ഇന്നത്തെ കാലത്തുള്ള സഖാക്കന്മാർക്ക് ഉണ്ടാകുന്നത് എന്നതും അവരെ ഉപദ്രവിക്കുകയാണ് അവരുടെ ഒരു ആനന്ദം എന്നുള്ളതുമൊക്കെ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ജനങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും കണ്ടതും കേട്ടതും സഹിച്ചതും ഒന്നുമല്ല ഇനി ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ചേർത്തലയിൽ നിന്നുള്ള സഖാക്കന്മാർ. നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന വിഷയത്തിൽ കൊമ്പുകോർക്കാൻ മുൻകൈയെടുത്ത് സഖാക്കന്മാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ചേർത്തലയിൽ ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. സംഭവം ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഇടത് നേതാക്കന്മാർക്ക് വീര്യം കൂടുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ്. ഹോട്ടലിലെ മേശ തുടയ്ക്കാൻ എത്തിയപ്പോൾ ഇവർക്ക് മേലേക്ക് വെള്ളം വീണു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവിടുത്തെ തൊഴിലാളിയെ ഇവർ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചത്. ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കവും അതുപോലെ തന്നെ കയ്യാങ്കളിയും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഹോട്ടൽ ജീവനക്കാരും CPM ഡിവൈഎഫ്ഐ നേതാക്കളും തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും ഉന്നത നേതാക്കന്മാരുൾപ്പെടെ ഇത്തരത്തിലുള്ള വിവേകമില്ലാത്ത പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അത് ഇനിയും തങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുക, തങ്ങളെ ഇത്തരത്തിൽ ഒരു രാജാവിനെ പോലെ വാഴിക്കണമെന്നുള്ള മനോഭാവത്തിലേക്ക് എത്തിക്കും എന്നതിന്റെയൊക്കെ ഒരു സൂചനയാണ്.